അപ്പൊ ബാക്കി കാര്യങ്ങളെല്ലാം പറഞ്ഞ പോലെ. ഹലോ. ഹായ്, എന്തായി കിരൺ? മാഡം, ഫീച്ചറൊക്കെ തയ്യാറായോ? അതിന്റെ തിരക്കിലാണോ? അതെ മാഡം. തെരുവിലെ ജീവിതങ്ങളുടെ യാത്ര എങ്ങനെയുണ്ട്? സ്വപ്നങ്ങളെല്ലാം എരിഞ്ഞടങ്ങിയവരാ തെരുവിൻ്റെ മക്കൾ. എവിടെ നോക്കിയോ വന്നെത്തിയവരാ ഇവർ. അവരിലേക്ക് കൂടുതൽ ആഴ്ന്നിറങ്ങുമ്പോഴാണ് അവരുടെ വേദനകൾ നമ്മളെ തൊട്ടുപൊള്ളിക്കുന്നത്. എത്രയും പെട്ടെന്ന് ഈ ഫീച്ചർ പത്രത്തിൽ വരണമെന്നാണ് എൻ്റെ ആഗ്രഹം. വി ആർ വെയിറ്റിംഗ് ഫോർ യു കിരൺ. ശരി മാഡം. ഓക്കെ, എന്തുണ്ടെങ്കിലും വിളിക്കണം. ഓക്കെ, സി യു. ഓക്കെ, ഗുഡ് നൈറ്റ് മാഡം. For example, that's above 50 crores. That's my target. നല്ല ടൈമിലാണല്ലോ. എന്താ എന്തോ കാര്യം? എന്താടോ വീട്ടിൽ വന്നാണ് അവിടെ എന്തോ കാര്യം എന്തുവാ? ഇത് വാ, നമുക്ക് സ്റ്റേഷൻ വരെ ഒന്ന് പോകാം. വാ, നടക്ക്. തെരുവ് നാടോടികൾ പാർത്തിരുന്ന കുടികൾ പൊളിച്ചു മാറ്റി. സർക്കാർ ഭൂമി സ്വകാര്യ വ്യക്തികൾക്ക് പാർഹോൾഡ് ഒത്താശ ചെയ്ത് ഗവൺമെന്റ് ജീവനക്കാർ ലാൻഡ് മാഫിയയും പോലീസ് അറസ്റ്റ് ചെയ്തു. നാഷണൽ ഹൈവേയുമായി ബന്ധപ്പെട്ട് പൊതുസ്ഥലത്ത് നാടോടികൾ താമസിച്ചിരുന്ന കുടികൾ നശിപ്പിക്കുകയും റിയൽ എസ്റ്റേറ്റ് മാഫിയുമായി ചേർന്ന് ഹോട്ടൽ നിർമ്മാണത്തിന് വേണ്ട ഒത്താശകൾ ചെയ്തു കൊടുക്കുകയും ചെയ്ത മുനിസിപ്പൽ ഓഫീസറെയും റിയൽ എസ്റ്റേറ്റ് ഉടമയും CI സതീശനും സുരേഷും അടങ്ങുന്ന സംഘം പിടികൂടി ഉണ്ടായി. ഫോളോ തിരികെ. വേഗത്തിൽ എങ്ങനെയാണ് പോകുന്നത്? ഒന്ന് മിണ്ടായിരിക്കും. ഇങ്ങോട്ട് പോട്ടെ. അവന്റെ വായിലെന്തെങ്കിലും കുത്തിയേച്ച് വെക്കണം. കിരൺലാല് ഇറങ്ങി ഓടിക്കോടാ, ആരും പിടി പിടിക്കരുത്. എക്സ്ക്യൂസ് മീ സർ. ഞാൻ ജയ്ഹിന്ദ് പത്രത്തിൽ. ആയിരിക്കും. ഇവനെ ചില ഗുണ്ടാസ് കാറിൽ തട്ടിക്കൊണ്ടു പോവുമായിരുന്നു. ഇത്തിരി ധൈര്യം കൈവരിച്ചുകൊണ്ട് ഇവനെ അവരിൽ നിന്ന് രക്ഷപ്പെടുത്താൻ പറ്റി. എന്താ നിന്റെ പേര്? என் பேரு சரவணா. எங்கடா உங்க ஊரு? சேலம். இங்க வந்துட்டு எவ்வளவு நாளாச்சு? ரொம்ப நாளாச்சு. அப்பா அம்மா எல்லாம் இருக்கா உனக்கு? இருக்கு. அப்பா அம்மா என் தங்கச்சி. அவரெல்லாம் எங்க இருக்கு? வேலூர் ஜங்ஷன்ல கோட்டை மைதான் இருக்கேன், அங்க தூங்கிட்டு இருக்கேன். அந்த இடத்துல என்ன நடந்தாச்சு சொல்ற? நாங்க எல்லாரும் படிச்சுட்டு இருக்க அந்த நேரத்துல 2 பேர் சேர்ந்து என்னோட வாயை மூடி எடுத்து கொண்டு கார்ல ஏறி போயாச்சு. அது வந்து அவங்க பயங்கரமான ஆளுங்க. അലക്സേ സർ. ഇവനെ കൊണ്ട് അവിടെ എവിടെയെല്ലാം കൊണ്ടിരുത്ത്. വല്ല ചായയോ കാപ്പിയോ എന്താ വെച്ചാൽ വാങ്ങിച്ചോട്. ശരി സർ. ഒന്നും ആകാതെ.
ധൈര്യമാ പോയിട്ട് വാ. ഈ നഗരത്തിൽ ഇപ്പോഴത്തെ പ്രധാന പ്രശ്നമാണ് ഇതുപോലുള്ള പിള്ളേരെ കാണാതാവില്ല. എന്തായാലും നിങ്ങൾ ചെയ്തൊരു വലിയ കാര്യം മിസ്റ്റർ കിരൺലാൽ. നിങ്ങളാണോ ജയ്ഹിന്ദ് പത്രത്തിന്റെ റിപ്പോർട്ടർ? അതെ, പക്ഷെ ഞാൻ ഈ തെരുവ് ജീവിതങ്ങളെക്കുറിച്ച് ഒരു ഫീച്ചർ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. ഓ, അപ്പം ഞങ്ങളുടെ അന്വേഷണ വഴികളിൽ പലപ്പോഴും നമുക്ക് കണ്ടുമുട്ടേണ്ടി വരും. എന്തായാലും നാളെ ഇങ്ങോട്ടൊന്ന് ഇറങ്ങ്. നിങ്ങൾക്ക് ഉപകാരപ്പെട്ട കുറച്ച് ഫോട്ടോസ് ഞാൻ കളക്ട് ചെയ്ത് തരാം. താങ്ക് യു സർ. കിരൺലാൽ എവിടെയാ താമസം? ആ നമ്പ്യാർ റോട്ടിലൊരു പഴയ ലോഡ്ജില്ലേ, അവിടെയാണ് താമസം. ആയിക്കോട്ടെ, അപ്പൊ കാണാം. ശരി സർ. ഓക്കെ. ഹലോ, എന്താ നമ്മൾ തട്ടിയെടുത്ത് കുട്ടിയായിട്ട് പോലീസ് സ്റ്റേഷനോട്ട് പോയിട്ടുണ്ട്. അപ്പൊ ഭൈരവന് സുകുമാരി സാറുമായിട്ട് വണ്ടി മാറ്റിയിടാൻ പോയിരിക്കുക. നിങ്ങൾ പേടിക്കണ്ട, ഞാൻ നോക്കിക്കോളാം. നിങ്ങൾ വയ്ക്കോ. ശരി സാർ. എന്താ ബാനു? എത്തിയോ അവിടെ? ആ, കുറച്ച് നേരത്തെ എത്തി. മോൾ ഉറങ്ങിയോ? ആ, അവളുറങ്ങി. വന്ന് കയറിയതല്ലേ ഉള്ളൂ. കുറച്ചു നേരം കഴിഞ്ഞ് വിളിക്കാന്നിരിക്കുകയായിരുന്നു. അപ്പോഴാണ് നിന്റെ വിളി. ഇത് കുറെ കേട്ടതാ മാഷെ. ഇവിടുന്ന് പോയാൽ പിന്നെ ഈ ടീച്ചറേയും മോളെയും ഓർമ്മയുണ്ടാവില്ലല്ലോ. ശേ, അങ്ങനെ പറയല്ലേ ബാനു. എൻ്റെ ഉള്ളിൽ മുഴുവൻ നീയും നമ്മുടെ മാലാക കുട്ടിയും മാത്രമേ ഉള്ളൂ. എന്തെങ്കിലും കഴിച്ചോ? കഴിച്ചിട്ടില്ല, കഴിക്കണം. എങ്കിൽ വേഗം കഴിച്ച് കിടന്നുറങ്ങിക്കോ എൻ്റെ മാഷ്. ആ ശരി, ഗുഡ് നൈറ്റ്. ഓക്കെ. ഓക്കേ. നോക്കി പേടിപ്പിക്കലടാ പുല്ല. ഇവനെ ഓടരുത്, എന്നെ ഓടിക്കരുത്. ഓടരുത്. മൂലക്കുരുവിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞാന്ന് എനിക്ക് ഓടിക്കല്ലേന്ന്. പിടിക്കണോന്ന് പോയി വന്നത് നന്നായി. പെരും കള്ളനാവൻ. പിന്നെ പിടിക്കാൻ വേണ്ടി ഞങ്ങൾ ഓടിക്കായിരുന്നു. തലയ്ക്ക് സുഖമില്ലാത്ത ഒരാളാ സാർ. പോട്ടെ. എന്നാ ഞങ്ങളും പൊക്കോട്ടെ. ഷോ, ഇനി വണ്ടിയുടെ അവിടം വരെ നടക്കണമല്ലോ. കാലിലാണെങ്കിൽ ആണിയാണ്. ഈ ജേർണലിസ്റ്റ് കിരൺലാലിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് വല്ലതും അറിയുമോ? ഒരു പത്രം ഓഫീസിൽ ലേഖകനായതുകൊണ്ട് സ്വാധീനവും ബലവും കാണും. ഒരു ലേഖനം തയ്യാറാക്കി 1-2 രാഷ്ട്രീയക്കാരെയും മറ്റു പലരെയും ഒതുക്കിയതാ കക്ഷി. പലർക്കും വ്യക്തിവൈരാഗ്യമുണ്ട് കിരൺലാലിനോട്. അവരുടെ പേര് പറഞ്ഞ് നമുക്കൊരു തട്ട് കൊടുത്താലോ? ഇതെന്തു പറ്റി കിരൺ? ഫീച്ചർ തയ്യാറാക്കി എൻ്റെ പ്രതിഷേധം. ആരാ? ആ, എനിക്ക് ചിലരെ സംശയമുണ്ട്. എങ്ങനെ? ഞാൻ ഇന്നലെ സ്റ്റേഷനിൽ പോയിരുന്നു. സംശയമുള്ളവരുടെ വണ്ടി നമ്പർ ഞാൻ അവർക്ക് കൊടുത്തിരുന്നു. കുറച്ച് കഴിഞ്ഞ് റൂമിൽ ചെന്നപ്പോൾ ചില ആളുകൾ എൻ്റെ ബൈക്ക് കത്തിക്കാൻ ശ്രമിച്ചു. അത് തടയാൻ ചെന്നപ്പോൾ ഇത് സംഭവിച്ചു. ആ, അതൊക്കെ ഇതിന്റെ ഭാഗ. വാ കേറ്, എന്നിട്ടാ എസ്ഐനെ കൂടെ കണ്ടിട്ട് പിരിയാം. ശരി. എസ് ഐ സാറല്ലേ? ഞാനൊരു പത്രപ്രവർത്തകയാണ്, പേര് ഗൗരി. ആ, കിരൺലാൽ അല്ലേ? വാ. ഇരിക്കൂ. കൈക്കെന്താ സംഭവിച്ചേ? എല്ലാം ഇതിലുണ്ട് സർ. ഇവരാരെങ്കിലൊക്കെ കണ്ടാ നിങ്ങൾ തിരിച്ചറിയോ? ഒരാളുടെ മുഖം എൻ്റെ മനസ്സിൽ നന്നായിട്ട് പതിഞ്ഞിട്ടുണ്ട്.
എന്തായാലും കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്നതിനെ കുറിച്ചുള്ള കേസിന്റെ അന്വേഷണം നടക്കുന്നുണ്ട്. പിന്നെ കിരൺലാൽ തന്ന വണ്ടിയുടെ നമ്പർ അത് ഞങ്ങൾ ട്രേസ് ചെയ്യുന്നുണ്ട്. സംശയം വേണ്ട കിരൺലാലെ, ഇത് ചെയ്തതും അവര് തന്നെയായിരിക്കും. അങ്ങനെ ഒരു സംശയം ഞങ്ങൾക്കും ഉണ്ട്. പേടിക്കണ്ട, എത്രയും പെട്ടെന്ന് ഞങ്ങൾ അവരെ അറസ്റ്റ് ചെയ്യും. ഇത് നിങ്ങളുടെ സ്ഥിരം വാചകമല്ലേ? എന്റെ പൊന്നു മാഡം, നിങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ വേണ്ടിയല്ല ഞാനിത് പറയണത്. ഈ സ്റ്റേഷനിലല്ലാതെ വണ്ടി നമ്പറിനെ പറ്റി ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. ആഹാ, അത് ശരി. അപ്പൊ നിങ്ങൾ പറഞ്ഞു വന്നത് ഇവിടെ തന്നെ ഇൻഫോമർ ഉണ്ടെന്നാണോ? അത് നിങ്ങൾ അന്വേഷിക്കേണ്ട കാര്യം. എന്തായാലും ഈ കേസിനെ പറ്റിയും നിങ്ങളെ മർദ്ദിച്ചവരെ പറ്റി എന്തെങ്കിലും വിവരം കിട്ടിയാ ഉടൻ തന്നെ ഞാൻ അറിയിക്കും. എന്റെ കിരൺലാല്, ഈ കാർ എവിടെ ഉണ്ടെങ്കിലും ഉടൻ തന്നെ കസ്റ്റഡിയിൽ എടുക്കാൻ ഓർഡർ കൊടുത്തു കഴിഞ്ഞു. ഓക്കെ സർ. കുട്ടികൾ അതില് പോയി ഇതില് വന്ന് ചുമ്മാ ഇവനൊന്നും വേറൊരു പണിയില്ല മനുഷ്യനെ ചുറ്റിക്കാനായിട്ട്.